കോഴിക്കോട് പയ്യോളിയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ചേലിയ കല്ലുവെട്ടുകുഴി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 2-നായിരുന്നു ആർദ്രയുടെയും പയ്യോളി സ്വദേശി ഷാനിന്റെയും വിവാഹം. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, ആർദ്ര ആ ഭർത്തൃവീട്ടിൽ നേരിട്ടിരുന്ന ക്രൂരതകൾ അതെന്തൊക്കെയാണ് എന്ന് കുടുംബത്തോട് പോലും പങ്കുവച്ചിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. സുജയ, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ആർദ്ര ബാലകൃഷ്ണന്റെ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ 8 മണിയോടുകൂടി വീടിന്റെ മുകൾ നിലയിലെ മുറിയിലേക്ക് എത്തുകയും തുടർന്ന് ബാത്റൂമിലേക്ക് കയറി എന്നുള്ളതുമാണ് നിലവിൽ ആർദ്രയുടെ ഭർത്താവ് ഷാൻ മൊഴിയായി നൽകിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഏറെ സമയം കാത്തിരുന്നിട്ടും കാണാതിരുന്നതോടുകൂടി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടന്നപ്പോൾ അവിടെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് മൊഴിയായി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ പയ്യോളി പോലീസ് ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നേരിടുന്ന സാഹചര്യം ഈ ആർദ്രയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കേണ്ടതുണ്ട്. ഒരു ആത്മഹത്യ എന്നുള്ള നിലയിൽ തന്നെ പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിനോടകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. കുടുംബം പറയുന്നത് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉള്ളതായി തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിൽ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ആ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെ. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ തെളിയട്ടെ എന്നുള്ള നിലപാട് ഈ ആർദ്രയുടെ അമ്മാവൻ അരവിന്ദ് ഉൾപ്പെടെ റിപ്പോർട്ടിനോടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. സുജയ.